ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്പ്രിംഗ് റോൾ ആണ്. ഇതിൻ്റെ ഷീറ്റൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പ്രിംഗ് റോളിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് കാബേജ് കനം കുറഞ്ഞ് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം കനം കുറഞ്ഞ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ വെജിറ്റബിൾസിൻ്റെ ആ കളറ് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉപ്പും കുരുമുളക് പൊടി കൂടി ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ചിക്കൻ പീസ് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പോളം ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മാവ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് മൈദയും 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം അടിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുന്ന മൈദമാവിൻ്റെ ബ്രാൻഡിനനുസരിച്ച് ചിലപ്പം നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. ഞാനിതിപ്പം ഇവിടെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഷീറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു തവി മാവെടുത്ത് ദോശക്ക് ചുറ്റിച്ചെടുക്കുന്നത് പോലെ ഒന്ന് കനം കുറച്ച് ചുറ്റിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ദോശയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തവയിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകമാകും. അപ്പോൾ നമുക്ക് ഈ ദോശ തവയിൽ നിന്നും എടുത്തു മാറ്റാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ വളരെ കനം കുറഞ്ഞ രീതിയിൽ വേണം ചുട്ടെടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് റോള് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുഴുവൻ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്ത് ഒന്ന് റോളാക്കി എടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ വേണം ഇത് റോളാക്കി എടുക്കാൻ. മുഴുവൻ ദോശയിലും ഇതുപോലെ മസാല വെച്ച് ഒന്ന് റോളാക്കി എടുക്കാം. ഞാനിവിടെ മുഴുവൻ ദോശയും റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. റോള് മുക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോളുകൾ ഓരോന്നായി മൈദ മാവിൽ മുക്കി ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് മുക്കി നല്ലോണം ഒന്ന് ബ്രെഡ് പൊടി കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്രെഡ് പൊടിയിൽ കോട്ടാക്കാതെ ഡയറക്റ്റ് എണ്ണയിലിട്ട് വേണമെങ്കിലും ഇത് പൊരിച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. മുഴുവൻ റോളുകളും ഇതുപോലെ ബ്രെഡ് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. റോളുകൾ ഓരോന്നായി എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് തിരിച്ചും മറിച്ചു വിടുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. പൊട്ടിപ്പോയാൽ ഉള്ളിൽ എണ്ണ കയറി എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്.
പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം മതിയാവുന്നതാണ്. അല്ലാതെ ഇത് മുങ്ങി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മുഴുവൻ സ്പ്രിംഗ് റോളുകളും എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള സ്പ്രിംഗ് റോളുകളും ഇതുപോലെ പൊരിച്ചെടുക്കാം. ഈ ഒരു സ്പ്രിംഗ് റോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.